Okay, I'm going again. Buy. You. Market. Nifty. Buy. 203 ഓക്കെ, അത് ആവറേജ് കിട്ടിയിട്ടില്ല. ആവറേജ് അല്ല എനിക്ക് വേണ്ടത്. നമ്മൾ ലാസ്റ്റ് വാങ്ങിച്ചത് 204. 204.15. സ്വിഗ്ഗിയിലോട്ട് നമുക്ക് വരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ട്രേഡ് മാനേജ്മെൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ വരാം. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടോട്ടെ. ടു നോട്ട് 4.15. ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പോണത് 53 ഇല്ല, ജസ്റ്റ് 50 പിപ്സ്. ആൻഡ് നമ്മൾ ആ ഒരു ട്രേഡ് എടുത്തത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ടു ആർ വെക്കണ സമയത്ത് ഈ ഒരു സ്വിംഗ് ലോ 100, സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ 153.05. 153.05. Exit, stop loss 153.05. 153. Okay. 05 153. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സ്വിഗ്ഗിയിലോട്ട് പോവാം. ആൻഡ് ഇവിടെ ഒരു അലേർട്ട് കൂടി ഒന്ന് സെറ്റ് ചെയ്യട്ടെ. സ്വിഗ്ഗി നമ്മുടെ വീക്ക്ലി ടൈം ഫ്രെയിം. ഓക്കെ, സ്വിഗ്ഗി ഇപ്പോൾ എന്താ പറയുക, IPO കഴിഞ്ഞല്ലേ ഉള്ളൂ. IPO തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ്. സ്വിഗ്ഗി സൊമാറ്റോ. ഓക്കെ, സ്വിഗ്ഗി എനിക്ക് ഇന്നാണ് ലിസ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഇന്ന് ലിസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് പറയാനില്ല. ഓക്കെ, നമ്മുടെ ഓൾമോസ്റ്റ് ടാർഗറ്റ് അടുത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് ലിസ്റ്റ് ചെയ്തല്ലേ ഉള്ളൂ. അപ്പോൾ ഫണ്ടമെൻ്റൽസ് എനിക്ക് വലിയ അതിൻ്റെ അകത്ത് എനിക്ക് എക്സ്പെർട്ടീസ് ഇല്ല. അതുകൊണ്ട് എന്തായാലും കുറച്ച് കഴിയട്ടെ, ലിസ്റ്റ് ചെയ്തല്ലേ ഉള്ളൂ. ഈ ഒരു ട്രേഡിൽ എനിക്ക് പ്രതീക്ഷകളുണ്ട്. ഈ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാണ്ട് നോക്കട്ടെ. ഇപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിലോട് ചോദിച്ചോളൂ. ഇന്ന് 2 ട്രേഡ്സ് എടുത്തു. ഒന്ന് ബ്രേക്ക് ഈവൻ ആയിരുന്നു, ഇന്നിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും 1:1 മോളിൽ പോയതുകൊണ്ട് അത് ഞാൻ ബ്രേക്ക് ഈവൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് വരുവാണെങ്കിൽ എക്സിറ്റ് ചെയ്യും, കോസ്റ്റ് ടു കോസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ആ ഒരു കോഴ്സിൻ്റെ എൻക്വയറീസ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് കോൺടാക്ട്. ആ ഒരു സ്ക്രീനിൽ ഒരു നമ്പർ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഒരു മൊമെൻറ്റം വരട്ടെ. മൊമെൻറ്റമാണ് വേണ്ടത്. ഓക്കെ, താഴോട്ടുമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ അഗെയിൻ ഇത് ബ്രേക്ക് ഈവൻ ചെയ്യാൻ പോവാണ്. സോ എൻ്റെ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്
204 കയറി. ഓക്കെ, 208, 209. Edit 209. 209. ഓക്കെ, 109 അല്ല, 209.1. ഓക്കെ, ഇപ്പം അതും റൺ ചെയ്യട്ടെ. സോ നോ റഷ്. സോ 1:1 മുകളിലായി, അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക് ചെയ്യുകയും ചെയ്തത്. ഇനി ഇത് നമ്മുടെ ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ നോ ഇഷ്യൂസ്. ടാറ്റ മോട്ടോഴ്സ് നോക്കാം. ടാറ്റ മോട്ടോഴ്സ്, ഓക്കെ, ടാറ്റ മോട്ടോഴ്സ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു 1 വീക്ക്ലി ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലി ടൈം ഫ്രെയിം സ്ട്രോങ് ആയിട്ട് ബെയറിഷാണ്. ഓക്കെ, സ്ട്രോങ്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഏരിയ കിടപ്പുണ്ട്, ഒരു ഫെയർ വാലി ഗ്യാപ്പാണ്. ഓക്കെ, അത് ടാപ്പ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് മുന്നേ നമ്മുടെ ട്രേഡ് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അലേർട്ട് ഹിറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഒരു വീക്ക്ലി ഏരിയ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 4 ഓവറിലോട്ട് പോയി കഴിഞ്ഞാൽ 4 ഓവർ സ്ട്രോങ് ബാരിഷാണ്. 4 ഓവർ എനിക്ക് തോന്നുന്നു 2 ദിവസം മുന്നേ ഇന്നലെ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു ലൈവിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫെയർ വാലി ഗ്യാപ്പിലോട്ട് വന്നിട്ട് അതിന് ശേഷം വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് പ്രൈസ് കിടക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും ഒരു ബാരിഷ് ഫെയർ വാലി ഗ്യാപ്പാണ്. സോ അതിൻ്റെ അകത്തും വന്നിട്ടുണ്ട്. സോ അതിൻ്റെ അകത്തും വന്നതിന് ശേഷം ഒരു സ്ട്രോങ് സെൽ അവിടെ വന്നിട്ടുണ്ട്. സോ ലോങ് ടേമിലോട്ട് ആയിട്ടില്ല, അതായത് ഇന്നഫ് കൺഫർമേഷൻസ് പ്രൈസ് തന്നിട്ടില്ല. ഓക്കെ, നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ അവസ്ഥ ഇതാണ്. ഓക്കെ, എക്സിറ്റ് ചെയ്യട്ടെ. ട്രിഗർ ക്യാൻസൽ ഓർഡർ, എക്സിറ്റ് 100 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ടാർഗറ്റ് ഡൺ, ലൈവായിട്ട് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്.